വി.ഡി. സതീശനെതിരെ ഒളിയമ്പുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. നിർണായക ഘട്ടങ്ങളിൽ മാറി നിന്നവരല്ല, മുൻകാല സമരങ്ങളിൽ സജീവമായവർ വേണം മുഖ്യമന്ത്രിയാകേണ്ടത്. എം.എൽ.എമാർക്ക് പുറത്തു നിന്നുള്ളവരും മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്നും അജയ് തറയിൽ പറഞ്ഞു. അതേസമയം നേതാക്കളെ അധിക്ഷേപിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വി.ഡി. സതീശൻ അനുകൂലികളുടെ ആഹ്വാനം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും പരോക്ഷമായ പ്രതികരണമാണ് അജയ് തറയിൽ നടത്തിയത്. നിർണായക ഘട്ടങ്ങളിൽ മാറി നിന്നവരല്ല, മുൻകാല സമരങ്ങളിൽ സജീവമായവർ വേണം മുഖ്യമന്ത്രിയാകാനെന്നായിരുന്നു അജയ് തറയലിന്റെ പരാമർശം. ചെറുപ്പകാലങ്ങളിൽ അവർ വിദ്യാർത്ഥികാലിക്കുന്ന കാലത്ത് തല്ലുകൊള്ളുണ്ട്, എസ്.എഫ്.ഐക്കാർ തല്ലുകൊണ്ട്, ഞാൻ മഹാരാഷ്ട്രത്തൊക്കെ തല്ലുകൊണ്ടിട്ടുണ്ട്, പറവൂര് തല്ലിവെച്ച് തല്ലുകൊണ്ടിട്ടുണ്ട്, പോലീസില്ലാത്ത ഇടയായിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ പടിപടിയായി ഉയർന്നു വന്ന കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരു ആഗ്രഹം ഞാൻ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആക്കുമാകാം. കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കെട്ടിയിറക്കിയ നേതാവാണ് വി.ഡി. സതീശൻ എന്ന വിമർശനം കോൺഗ്രസ് അനുകൂലികളിൽ നിന്നു തന്നെ മുന്നേ ഉയർന്നിരുന്നു. അജയ് തറയലിന്റെ പരാമർശം വി.ഡി. സതീശനെതിരെയുള്ള ഒളിയമ്പാണെന്ന് വ്യക്തം. അതേസമയം എം.എൽ.എമാർക്ക് പുറത്തുള്ളവരും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് അജയ് തറയൽ കെ.സി. വേണുഗോപാലിനെ പരോക്ഷമായി പിന്തുണയും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ സൈബർ പോരിനും കാരണമായിട്ടുണ്ട്. ഇലക്ഷൻ 2026 VDS എന്ന വി.ഡി. സതീശൻ അനുകൂലികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കോൺഗ്രസ് നേതാക്കളെ തന്നെ അധിക്ഷേപിക്കുവാനുള്ള ആഹ്വാനം നൽകി. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചതിന് കെ. സുധാകരനെതിരെയും റോജി എം. ജോണിനെതിരെയും കമന്റ് ബോക്സിൽ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് നടക്കുന്നത്. അതേസമയം വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള സമര പോരാട്ടങ്ങളുടെ ചിത്രം പങ്കുവെച്ച് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി രംഗത്തുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.